നല്ല സ്റ്റൈലൊക്കെ നിക്ക്. ഞാൻ എങ്ങനെ വരാൻ? മീനുണ്ട് വണ്ടി. നമുക്ക് മീൻ വേണം. മീൻ കറി ഇരിപ്പുണ്ട്. മീൻ കറി തരാമോ? കഷ്ണം മാത്രം എടുത്തെടുത്തും എനിക്ക് അല്പം മതി. പിന്നെ തരാം. എന്തോ വേണ്ട, ഞാൻ പറഞ്ഞെടുത്തോ. വേണ്ട, എനിക്ക് ഞാൻ തിന്നോളാം. എന്നെ അടുപ്പിക്കണോ? ഇത് മാത്രമേ ഉള്ളൂ. എന്തുവാ അത്? കട്ട്ലേറ്റ് ആണോ? അല്ല, ബർഗർ മേടിച്ചോണ്ട് മോനെ അടുക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ. ഉണങ്ങട്ടെ. ഉണങ്ങുമ്പോ നമുക്ക് കൊണ്ടുവരാനുള്ളത്. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും. അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു പാത്രം. എനിക്ക് താറാവറി കഴിക്കാൻ ഒരു കൊതി. ഈ സമയത്ത് ഇങ്ങനെ കൊതി വരുന്നത് സാധാരണയാണ്. എടാ മോന് ദേണ്ട വന്നിട്ട് ഫ്രണ്ട്. ഞാൻ അടിപൊളി ചെല്ലടാ പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാൻറ് തരാൻ കൊച്ചേ. ഒരുതി സാരി എടുത്ത് മണിക്കൂറുകളായിട്ട് നിൽക്കുവോ പ്രിയങ്ങൾ. അതുകൊണ്ട് ഓടി വന്ന് കുളിക്കാൻ കേറിയിട്ടുണ്ട്. അമ്മ അവിയൽ വെച്ചു. പിന്നെ നമ്മളൊരു 4 ദിവസത്തോളമായി ഞാൻ വീഡിയോ എടുക്കുന്നില്ല. 4-ാമത്തെ ദിവസമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത ദിവസമായിട്ട്. അത് 3 ദിവസമായി വീഡിയോ എടുക്കാഞ്ഞതിൻ്റെ കാരണമൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞു. തലവേദനയായിരുന്നു പ്രിയങ്ങളെ, തീരെ വയ്യായിരുന്നു. ഗുളികയൊക്കെ കഴിച്ച് ഇപ്പോൾ വെളി വീണു. വലിയ കുഴപ്പമില്ല, എന്നാലും ഒരുപാട് നേരം കുറേ സംസാരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ എടുക്കാതിരുന്നത്. ഒരുപാട് പ്രിയപ്പെട്ടവർ ചോദിച്ചു എന്തിയെ എവിടാന്നൊക്കെ. കൊച്ചോളോട് വരെ മെസ്സേജ് ഇട്ടൊക്കെ ചോദിച്ചു എന്തിയെ കാണുന്നില്ലല്ലോ അമ്മക്കിളിയെന്ന്. എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം. പിന്നെ ഇന്ന് കൊച്ചോളുടെ MCAയുടെ ഗ്രാജുവേഷൻ സെറിമണി ആയിരുന്നു. അവരെല്ലാവരും കൂടെ പോയി. അച്ഛനും അമ്മയും ചിപ്പിയും കൊച്ചോളും കൂടെ കോളേജിൽ നിന്ന് ഫംഗ്ഷന് പോയേക്കുമായിരുന്നു. പോയിട്ട് വീട്ടിലോട്ട് വന്നു. ഇവിടെ വന്നപ്പം അമ്മ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ അമ്മയും മോനിക്കുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പം അമ്മയും മോനിക്കുട്ടനോട് അങ്ങ് പോയായിരുന്നു. ഇനി ഇവിടെ വന്നപ്പോൾ ഇവിടെ പൂട്ടിയിട്ടേക്കുന്നുണ്ട്. പിന്നെ അവരങ്ങോട്ട് പോയി അവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ പിന്നെ വന്ന വഴിക്ക് കുറച്ച് ചിക്കനും മീനും ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ റെഡിയാക്കാം. പിന്നെ എന്താ പറയുന്നേ, ഇന്ന് ഫുള്ള് മഴയായിരുന്നു. ഇപ്പോഴും മഴക്കോളാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ അടുക്കളയിലേക്കുള്ളത്. എന്തോ കുളിക്കുന്നില്ലയോ? കുളിച്ചിട്ട് തിരികത്തി. പാനിപൂരി കിറ്റ് വന്നു. നാളെ ഉണ്ടാകും. രാവിലെ കാണിച്ചു. ഞാൻ കണ്ടിട്ടില്ല പാനിപ്പൂരി. ഇത് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു ബ്രാൻഡ് നമ്മൾ മേടിച്ചിട്ടില്ല. നേരത്തെ ആച്ചിയുടെ പാനിപൂരി കിറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത് വാങ്ങിച്ചിട്ടില്ല. രാവിലെയാ ഗോൾഡ് കപ്പേ അത് ഹിന്ദി ഇത്രേ ഉള്ളൂ. പാനിപൂരി ഇത്രേ ഉള്ളൂ. അമ്മ പറഞ്ഞില്ലേ ചെറിയ പാക്കറ്റ് മേടിക്കാം, നോക്കാം. മേടിച്ചില്ലേ? ഇതും പാനിപൂരി 2 പാക്കറ്റ്. പിന്നീട് ഇത് പുതിന. ഇത് ഇവിടെ പുളിയുള്ള വീണോ തേങ്ങ. അതേന്ന് പൊഴിഞ്ഞു വീണു മാമി മഴയത്ത്. വിളഞ്ഞു കിടക്കുവാ. പുളി ഒന്ന് പിടിക്കണോ? ഇതോ പാനിപൂരി.
പാനിപൂരി വേണമെന്ന് പറഞ്ഞോണ്ട് കുറച്ച് ദിവസം മുമ്പ് അതിന് ഓർഡർ ചെയ്തോ. ആ വീണത് ഓർമ്മയുണ്ടോടി? വീണത് ഓർമ്മയുണ്ടോ? വീണത് ഓർമ്മയുണ്ടോ? ആ വീണത് ഓർമ്മയുണ്ടോന്ന്? സുജാമ്മയുടെയും മാമിയുടെ നൈറ്റി. സുജാമ്മ എനിക്ക് തന്ന നൈറ്റിയാ. സുജാമ്മ ഇന്ന് അത് ഇട്ടേക്കോ, കണ്ടോ? വീഡിയോ കോൾ ചെയ്തപ്പോ രണ്ടുപേരും സെയിം സെയിം. മഴയായിരുന്നു സുജോജി ഇന്ന്. കുളിയൊക്കെ കഴിഞ്ഞു. മുമ്പേ വീഡിയോ എടുത്തോണ്ട് നിന്നപ്പം വേറെ എന്തോ കാര്യം വന്ന് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ഇടുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പലപ്പോഴും പല വീഡിയോസിലും പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താ പറയുക, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ലതുപോലെ പഠിക്കണമെന്നും ഒരു ടീച്ചറാകണമെന്നും ഒക്കെ ഞാൻ ആഗ്രഹിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു ടച്ചൊക്കെ വിട്ട് നമ്മൾ വേറൊരു നമ്മുടെ ജീവിതം വഴിമാറി ഇന്നതുപോലെയൊക്കെയാണ് ഇനിയുള്ള നമ്മുടെ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പലർക്കും, ചിലർക്കൊക്കെ തിരിച്ചു കയറാൻ പറ്റുമായിരിക്കാം. പലർക്കും, 3/4 ആൾക്കാർക്കും ആ ഒരു വഴിയെ ജീവിച്ച് തീർക്കുക എന്നുള്ളതല്ലാതെ തിരിച്ചു വരവൊന്നും ചിലർക്ക് പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്കതിന് കഴിയാതെ പോയ ആളാണ് ഞാൻ. എൻ്റെ കാര്യം പറഞ്ഞാൽ 2001 +2 കഴിഞ്ഞ് സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് 2004 എൻ്റെ കല്യാണം. ആ ഒരു സമയത്തെന്ന് വെച്ചാൽ എനിക്ക് പറ്റാവുന്ന അത്രയും എന്നെ പഠിപ്പിക്കാനോ ഇന്നെ പോലെ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാനോ ഒന്നും എൻ്റെ ഫാമിലിയിൽ ആരും ഇല്ലായിരുന്നു. അന്നൊക്കെ എന്താ പറയുന്നത്, മനസ്സിൽ തോന്നിയ ചിന്തയുണ്ട്, നമുക്ക് നമ്മളെ വഴിതെളിച്ച് വിടാൻ ആരെങ്കിലുമൊക്കെ ഉള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. +2 തന്നെ 10ാം ക്ലാസ്സിൽ അത്രയും നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് എനിക്ക് അവിടുന്ന് ഒരു മൊമെൻ്റോ ഒക്കെ തരാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചത് കൊണ്ടാണ്, ആൾക്കാർ പറഞ്ഞത് കൊണ്ടാണ് എന്നെ +2 പോലും വിട്ടത്. അപ്പോൾ +2 കഴിഞ്ഞ് ഇനിയിപ്പം കല്യാണമാണ്, ഇനിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലിങ്ങനെ ചിന്ത, നമുക്ക് 10ാം ക്ലാസ് പഠിക്കുമ്പോഴേ അങ്ങനെയുള്ള ചിന്തകൾ തലയിൽ കയറിയതാണ്. നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ എത്ര ശ്രമിച്ചാലും എന്താ പറയുക, അങ്ങനെ ഒരു വഴിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല എന്നുള്ളത് ആ സമയത്തെ എൻ്റെ തലയിൽ കയറിയ ഒരു ചിന്തയാണ്, ഒരു ബോധ്യമാണ്. അത് ചിന്തയല്ല, അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ആ 2001 +2 കഴിഞ്ഞ് ഈ ഒരു 2-3 വർഷം എന്നെ പഠിപ്പിച്ച ടീച്ചർ തന്നെയാണ് എന്നെ ഒരു വർഷത്തെ കമ്പ്യൂട്ടർ കോഴ്സ് പഠിപ്പിച്ചു, പിന്നെ DTP പഠിപ്പിച്ചു. അന്നൊക്കെ അതൊക്കെ ഒരു വാല്യൂ ഉള്ള സമയമായിരുന്നു. അങ്ങനെ ആണ് ഈ 2 വർഷം കടന്നുപോയത്. പിന്നെ 2003 ഞാനൊരു ഫാർമസിയിൽ ഹോൾസെയിലിൽ ജോലിക്ക് കയറി. അവിടെ നിന്നപ്പോഴായിരുന്നു എൻ്റെ കല്യാണം. പിന്നെ നമുക്ക് ആ വഴിയാണ് നമ്മുടെ ജീവിതം പോയത്. അതിനുശേഷം എൻ്റെ മനസ്സിൽ നമ്മുടെ ഈ ഉള്ളിൽ നമ്മളിങ്ങനെ ഒരു തീ കണക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അത് ചാരം മൂടി വെക്കാനേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ മുത്ത് ജനിച്ചതിന് ശേഷം ഞാൻ എന്താ അവിടെ ഇഗ്നോയുടെ ഡിഗ്രി കോഴ്സ് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ പുസ്തകങ്ങളൊക്കെ വാങ്ങി, എന്താ പറയുന്നത്, എനിക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, വീട്ടിലിരുന്നുള്ള ഇതാണല്ലോ, ദൂര സ്ഥലങ്ങളിൽ പോയി പരീക്ഷ എഴുതണമെന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് വീട്ടിലാകെ പ്രശ്നമായി. അതിൻ്റെ പേരിൽ കുറേ വഴക്കും കുറേ ചീത്തവിളിയൊക്കെ കേൾക്കേണ്ടി വന്നു. അങ്ങനെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ചിന്ത അന്നേരത്തോടെ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇനിയും അങ്ങനെ വേണ്ട എന്നുള്ളത്. അന്നേരമൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യമാണ്, എനിക്ക് മക്കളുണ്ടാകുമ്പോൾ, എനിക്ക് പെൺകുഞ്ഞാണെങ്കിലും ആൺകുഞ്ഞാണെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ അവർക്ക് മാക്സിമം അവരെത്ര ആഗ്രഹിക്കുന്നോ അത്ര വരെ പഠിപ്പിക്കണം. അതിന് തെണ്ടി നടന്നിട്ടാണെങ്കിലും ശരി, വിദ്യാഭ്യാസം അവരാഗ്രഹിക്കുന്ന രീതിയിൽ നടത്തി കൊടുക്കണം. ഞാൻ അന്നൊക്കെ ആലോചിച്ച് ഒരുപാട് തവണ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച കാര്യമാണ്. ആ കാര്യത്തിൽ എനിക്ക് കൊച്ചോളോടും ചിപ്പിയോടും അവർ രണ്ടുപേരും ഒരുപാട് പ്രതിസന്ധികൾ, അവരെ സംബന്ധിച്ച് ഇതൊന്നും
അവർ ഈ പറയുന്ന പോലെ ചുമ്മാ ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ നിന്നാണ് അവർ അവള് മൂത്ത ആളാണെങ്കിൽ BSc നഴ്സിംഗ് കഴിഞ്ഞതും അത് പാലിച്ചനാണ്. അവളുടെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് അവൾ ആ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ഫീസ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ, തകർന്ന് കരഞ്ഞ് നിലവിളിച്ച് ഇരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ അവൾ ഇനി ഇത് വേണ്ട, ഇതെനിക്ക് പറ്റുന്നില്ല എന്ന് വെച്ച് തിരിച്ചൊന്നും പോകുന്നില്ല. എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യണം, എനിക്കൊരു ജോലിക്ക് കയറണം എന്ന് ആത്മാർത്ഥമായിട്ട് അവൾ ആഗ്രഹിച്ച് അങ്ങനെ അവളത് കംപ്ലീറ്റ് ചെയ്ത് ജോലിക്ക് കയറി. അതുപോലെ തന്നെയാണ് കൊച്ചോളുടെ കാര്യത്തിലും. BCA കഴിഞ്ഞപ്പോൾ ഇനിയൊന്നും വയ്യ, ഇനിയിപ്പം ചിപ്പിയെ നഴ്സിംഗ് പഠിപ്പിച്ചതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കൊണ്ട് ഇവളെ ഇനി തുടർന്ന് പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതിരുന്നിട്ടും അവളുടെ മനസ്സിലെ ആഗ്രഹം കൊണ്ട് അവൾ പുതിയ MCAക്ക് ചേർന്നു. ഒരു പരിധി വരെ നമുക്കൊന്നും സാധിക്കാതെ പോയത് നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ നേടിയെടുക്കുന്നത് കാണുമ്പോൾ വളരെ വളരെ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു പ്രിയങ്ങളെ. അവൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞില്ല, അവിടെ പോയി ആ സാരിയൊക്കെ ഉടുത്ത് ഇത്രയും മണിക്കൂറുകൾ വൈകിട്ട് ഞാൻ വരുന്നത് വരെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു. അതിൻ്റെ ക്ഷീണമായിരുന്നു. വന്നപ്പോഴേ എല്ലാം അഴിച്ചു പറിച്ച് കളഞ്ഞ് കുളിച്ച് അവിടെ കിടക്കുവാണ്. ക്ഷീണവും വയ്യാഴിയാണ്. ഇനി നാളെ എറണാകുളത്തോട്ട് തിരിച്ചു പോകേണ്ടതാണ്. പിന്നെ ഞാൻ വന്ന് ചിക്കൻ കൊണ്ടുവന്നായിരുന്നു, അതാണ് ഇന്ന് എടുത്തത്. ചിക്കൻ കറി വെച്ചു. അവൾക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് മീനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ചിക്കൻ കറി വെച്ചു. ചോറില്ലായിരുന്നു, ചോറ് വെച്ചു. പിന്നെ ചപ്പാത്തി ഇരിപ്പുണ്ട്. പിന്നെ ഇന്നലെ അമ്മ കപ്പ വേവിച്ചായിരുന്നു. കപ്പ വേവിച്ചതും മോരേറി, പിന്നെ വേറെ എന്താണ്, അവിയലും ഒക്കെ നമുക്കപ്പോൾ അത്താഴം കഴിക്കാം. ഇന്ന് ജോലികളെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് താമസിച്ചു. അപ്പോഴാണ് ഞാൻ കുളിച്ചത്. അപ്പോൾ അതേ ഇതിപ്പോൾ എൻ്റേതല്ലെങ്കിൽ കൂടി എൻ്റേതായ ഒരു സന്തോഷമാണ് എനിക്കിത് കയ്യിലെടുക്കുമ്പോൾ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. എന്തോ വേണമെങ്കിൽ കഴിക്കാം. ചിക്കൻ ഉണ്ട്. ആ പ്ലേറ്റ്, അയ്യോ ഉരുള കൂട്ടി തരട്ടെ പൊന്നെ. മോനുകുട്ടൻ ചപ്പാത്തിയാ കഴിക്കുന്നത്. ഫ്രീ ആയോ തമ്പുരാട്ടി? ഗ്രാജുവേഷൻ സെറമണിക്ക് പോയ കാര്യമൊക്കെ പറ, നിന്റെ സന്തോഷമൊക്കെ പറ കൊച്ചോളെ. കല്യാണക്കാരിയോ? സത്യമായിട്ടും കല്യാണക്കാരിയോ അല്ല ചോദിച്ചേ. സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ എടുത്ത് ഇങ്ങനെ ഒന്ന് കാണിച്ച്. ഞാൻ ഇന്ന് ലീവ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഈ കാണണമെന്ന് ആഗ്രഹമായിരുന്നു, പക്ഷെ എന്തോ ചെയ്യാൻ, നമുക്കോ പറ്റിയില്ല. അപ്പോൾ ചോറ് വിളമ്പി, അവിയൽ, പിന്നെ ചിക്കൻ, കപ്പ, പിന്നെ അമ്മ ഇച്ചിരി മീൻതോരൻ തന്നത് നമ്മയോട് ചോദിച്ചു മേടിച്ചോണ്ട് വന്നേ കേട്ടോ. മോരേറി ഒക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി അത്താഴം കഴിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സന്തോഷം എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നാളെയും ഒരു സന്തോഷമുള്ള ദിവസമാണ്. 2 വർഷത്തിന് ശേഷം എൻ്റെ ആങ്ങളെ വരുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ടൊക്കെ ഞാൻ വരാം. അപ്പോൾ എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം, സന്തോഷം, ഒരുപാട് സ്നേഹം. വീഡിയോസിൻ്റെ എല്ലാം കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട് പ്രിയങ്ങളെ. ഒരുപാട് സ്നേഹം കേട്ടോ. നാളെ കാണാമേ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.